നമസ്കാരം. രണ്ട് ഭാരതീയർ ഈ കഴിഞ്ഞ മാസങ്ങളിൽ, കൃത്യമായിട്ട് പറഞ്ഞാൽ മാർച്ച് 27-ാം തീയതിയും മാർച്ച് 30-ാം തീയതിയും സൗദി അറേബ്യയിൽ പോലീസിൻ്റെ പിടിയിലായി, അറസ്റ്റിലായി. അതിനുശേഷം അവരെ സംബന്ധിച്ച് യാതൊരു വിവരവുമില്ല. സൗദി അറേബ്യയിൽ അവരെ പോലീസ് എങ്ങോട്ട് കൊണ്ടുപോയെന്നുള്ളതിനെ സംബന്ധിച്ച് ഒരു വിവരവും അവരുടെ കുടുംബത്തിന് ലഭ്യമല്ല. പോലീസിൻ്റെ ഭാഗത്തു നിന്ന് ആ കുടുംബത്തിന് ലഭിച്ചൊരു ഇമെയിൽ പ്രകാരം മുഹമ്മദ് റിഹാബ് ഹസൻ എന്ന ഒരു വ്യക്തി മാർച്ച് 27-നും അദ്ദേഹത്തിൻ്റെ സഹോദരനായിട്ടുള്ള മുഹമ്മദ് സഫർ ഹസൻ എന്ന വ്യക്തി മാർച്ച് 30-നും അറസ്റ്റിലായിരിക്കുന്നു. അത്രയും വിവരം മാത്രമേ ആ കുടുംബത്തിൻ്റെ ഉത്തർപ്രദേശിൽ അമ്രോഹ പ്രദേശത്തുള്ള ഈ അറസ്റ്റിലായ വ്യക്തികളുടെ മാതാപിതാക്കൾക്ക് ലഭ്യമായിട്ടുള്ളൂ സൗദി പോലീസിൻ്റെ ഭാഗത്തു നിന്ന്. അവരിപ്പോൾ കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയത്തിനെയും ആഭ്യന്തരമന്ത്രി അമിത്ഷായും ഒക്കെ സമീപിക്കുവാൻ ഒരുങ്ങുകയാണ് എന്നറിയുന്നു. വിദേശകാര്യമന്ത്രി ജയശങ്കറിനെ അവർ ഇതിനോടകം തന്നെ സമീപിച്ചു കഴിഞ്ഞു. ഈ വിഷയം കയ്യിലെടുത്ത് ഓൾ ഇന്ത്യ മുസ്ലിം പേഴ്സണൽ ലോ ബോർഡ് പ്രതിരോധ മന്ത്രിയായ രാജ്നാഥ് സിംഗിനെ കാണുവാൻ ഒരുങ്ങുകയാണ്. കണ്ടു കഴിഞ്ഞു. ഇപ്പോൾ തന്നെ ഞാൻ ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് ആ കൂടിക്കാഴ്ച നടന്നു കഴിഞ്ഞു. ഈ കാണാതായ അല്ലെങ്കിൽ സൗദി പോലീസിൻ്റെ പിടിയിലായ ഭാരതീയർക്ക് വേണ്ടി സാധ്യമായ നിയമ നടപടികളെല്ലാം ചെയ്ത് അവരെ തിരികെ കൊണ്ടുവരുവാനുള്ള സഹായങ്ങൾ നൽകണമെന്ന് അഭ്യർത്ഥിക്കുവാൻ വേണ്ടിയാണ് ഈ പ്രവർത്തനങ്ങളെല്ലാം നടക്കുന്നത്. ഈ കൂടിക്കാഴ്ചകളും അപേക്ഷകളും എല്ലാം ഇപ്പോൾ നടക്കുന്നതും മുന്നോട്ട് വയ്ക്കപ്പെടുന്നതും. എന്തുകൊണ്ടാണ് ഇവർ അറസ്റ്റിലായത്? സംഭവം വളരെ ലളിതമാണ്. അടിസ്ഥാനപരമായിട്ട് ഏതെങ്കിലും ഒരു രാജ്യത്ത് പോയി ജോലി ചെയ്യുവാൻ പോയി, സ്വന്തം കുടുംബത്തെ പോറ്റുവാൻ വേണ്ടി ജോലി ചെയ്യാൻ പോയാൽ ആ ജോലി ചെയ്ത് മര്യാദയ്ക്ക് ജീവിക്കണം. അങ്ങനെ ചെയ്യാത്തതിൻ്റെ ഫലമാണ് എന്ന് ലളിതമായി പറയാം. കുറച്ചുകൂടി വിശദമായി പറഞ്ഞു കഴിഞ്ഞാൽ, സൗദി അറേബ്യയിൽ ചെന്ന് നിന്ന് ഇറാൻ്റെ മേൽ ഇസ്രായേലും അമേരിക്കയും നടത്തുന്ന ആക്രമണത്തിനെതിരെ പ്രവർത്തിച്ചു എന്നുള്ളതാണ് ഇവരുടെ മേൽ ചുമത്തപ്പെട്ടിരിക്കുന്ന കുറ്റം. ആ പ്രവർത്തനം വലിയ ഭീകരവാദ പ്രവർത്തനമൊന്നും ആയിരുന്നില്ല. 200 റിയാൽ ഇറാന് വേണ്ടിയിട്ട് ഏതോ തരത്തിൽ ഇവർ സംഭാവന ചെയ്തു. അതിൻ്റെ ഡിജിറ്റൽ തെളിവുകൾ സൗദി പോലീസിന് ലഭിച്ചതിനെ തുടർന്നാണ് മാർച്ച് 27-ാം തീയതി മുഹമ്മദ് റിഹാബ് ഹസനെയും മാർച്ച് 30-ാം തീയതി മുഹമ്മദ് സഫർ ഹസനെയും അവർ അറസ്റ്റ് ചെയ്തത്. ഏതോ നിഗൂഢ കേന്ദ്രത്തിലേക്ക്, അജ്ഞാത കേന്ദ്രത്തിലേക്ക് അവരെ ഇരുവരെയും കൊണ്ടുപോവുകയും ചെയ്തത്. സൗദി അറേബ്യ പറയുന്നത് അവരുടെ രാജ്യസുരക്ഷയെ ബാധിക്കുന്ന കാര്യമാണ്. കാരണം ഇറാൻ നിരന്തരമായി ഗൾഫ് രാജ്യങ്ങളിൽ പലതിനെയും, പ്രത്യേകിച്ച് സൗദി, UAE, ഖത്തർ പോലുള്ള രാജ്യങ്ങളെ നിരന്തരമായി ആക്രമിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ശത്രു രാജ്യം തന്നെയാണ് സൗദി അറേബ്യയെ സംബന്ധിച്ച്. പ്രത്യേകിച്ചും സൗദി അറേബ്യ അമേരിക്കയോട് എടുത്തിരിക്കുന്ന നിലപാട്, അല്ലെങ്കിൽ അമേരിക്കയോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് ഇറാനിലെ ഇപ്പോഴത്തെ ഭരണകൂടത്തെ പൂർണ്ണമായും ഇല്ലാതാക്കാതെ ഇപ്പോൾ നടത്തുന്ന ആക്രമണങ്ങൾ നിർത്തരുത് എന്നാണ്. അത്തരത്തിലൊരു നിലപാടെടുത്ത് നിൽക്കുന്ന സൗദി അറേബ്യ ഞമ്മൻ്റെ രാജ്യമാണ് എന്നുള്ള മുൻ അവകാശങ്ങളെല്ലാം ഉപേക്ഷിച്ച് ഷിയ മുസ്ലിങ്ങളായ ഇറാനെ പിന്തുണയ്ക്കുന്ന ഇത്തരം ജിഹാദികളെ പിടിച്ചകത്തിടുക എന്നുള്ളത് സൗദി പോലീസിൻ്റെ സ്വാഭാവികമായൊരു പ്രക്രിയ അല്ലെങ്കിൽ ഒരു നടപടി മാത്രമാണ്. അവരെ സംബന്ധിച്ച് മതത്തെക്കാൾ വലുതാണ് അവരുടെ രാജ്യസുരക്ഷ. ഭാരതത്തെ സംബന്ധിച്ചും കാര്യങ്ങൾ അങ്ങനെ തന്നെ ആകേണ്ടതാണ്. പക്ഷേ ഭാരതത്തിൽ ജനാധിപത്യമായതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള വിവിധ രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾ നിയമത്തിൻ്റെ പരിധിക്കുള്ളിൽ നിന്ന് എന്ന വ്യാജേന നടത്തുവാനും അഭിപ്രായ പ്രകടനങ്ങൾ നടത്തുവാനും ഉള്ള സ്വാതന്ത്ര്യത്തിൽ അഭിരമിച്ച് വളർന്ന് അഹങ്കരിച്ച് കുട്ടിക്കാലം മുതൽ തന്നെ തലയിൽ കുത്തിവെക്കപ്പെട്ട മതത്തിൻ്റെ ഒരു ഭ്രാന്ത് മൂർധന്യത്തിലെത്തിയത് കൊണ്ടാണ് ഞമ്മൻ്റെ ആളല്ല സൗദി കാഫിറാണ്, ഇന്നു മുതൽ ഞമ്മൻ്റെ ആൾ ഇറാനാണെന്നുള്ള ഭാവത്തിൽ അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും ആക്രമണങ്ങൾക്ക് വിധേയമാകുന്ന പാവപ്പെട്ട ഞമ്മൻ്റെ ആൾക്കാർക്ക് ഇവർക്ക് സംഭാവന അയക്കുവാൻ തോന്നിയത്. കൃത്യമായിട്ടും നേരത്തെ പറഞ്ഞൊരു കാര്യം ഇവിടെ ബാധകമാണ്. മര്യാദയ്ക്ക് ജോലി ചെയ്യാൻ ഒരു രാജ്യത്ത് പോയി ചേർന്നാൽ അല്ലെങ്കിൽ അവിടെ എത്തപ്പെട്ടാൽ നിയമത്തിനനുസരിച്ച്, ആ രാജ്യത്തെ നിയമങ്ങൾക്കനുസരിച്ച് മര്യാദയ്ക്ക് ജോലി ചെയ്തിട്ട് തിരിച്ചു പോവുക. അല്ലാതെ കുട്ടിക്കാലത്ത് ഏതെങ്കിലും ഒരു ഉസ്താദ് തലയിൽ കുത്തിവെച്ച എന്തെങ്കിലും ഭ്രാന്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇത്തരത്തിലുള്ള പ്രവർത്തികൾ ചെയ്യുവാൻ തുനിഞ്ഞാൽ ഒരുപക്ഷെ ഒരു രാജ്യത്തിനും രക്ഷിക്കുവാൻ അല്ലെങ്കിൽ ഒരു ശക്തിക്കും ഏതെങ്കിലും തരത്തിൽ സൗദിയുടെ മേൽ സ്വാധീനം ചെലുത്തുവാൻ സാധ്യതയുള്ള അല്ലെങ്കിൽ ശക്തിയുള്ള, അതിന് പ്രാപ്തിയുള്ള ഒരു ലോക നേതാവെന്ന് പറയുന്നത് നരേന്ദ്രമോദിയാണ്. പക്ഷേ ഇത്തരത്തിൽ സൗദിയുടെ രാജ്യസുരക്ഷയെ ബാധിക്കുന്ന തരത്തിലുള്ള ഒരു പ്രവൃത്തിയാണ് ഇവരുടെ ഭാഗത്തു നിന്നുണ്ടായത് എന്ന് സൗദി അറേബ്യ ഔദ്യോഗികമായി തെളിവ് സഹിതം ഭാരതത്തെ ബോധ്യപ്പെടുത്തിയാൽ പിന്നെ നിയമപരമായി അത്തരത്തിലൊരു നീക്കം നടത്തുവാനുള്ള യാതൊരു
ധാർമ്മികാവകാശവും ഭാരതത്തിൻ്റെ മുൻപിലില്ല എന്നുള്ളതാണ് വസ്തുത. തന്നെയുമല്ല, ഈ മുഹമ്മദ് റിഹാബ് ഹസനും മുഹമ്മദ് സഫർ ഹസനും ഒക്കെ തിരിച്ചു വന്നിട്ട് ഇപ്പോൾ ഭാരതത്തിന് എന്തെങ്കിലും ഒളിമ്പിക്സിൽ മെഡൽ നേടിക്കൊടുക്കുകയോ അല്ലെങ്കിൽ അത്രയും പ്രാധാന്യമുള്ള എന്തെങ്കിലും ഒരു നേട്ടം ഉണ്ടാക്കി കൊടുക്കുകയോ ചെയ്യുന്ന വ്യക്തികളുമല്ല. ഈ രണ്ടുപേരും ജിഹാദികളാണ്. അതുകൊണ്ട് തന്നെ ഭാരത സർക്കാർ ഒരു സാധാരണ രീതിയിലുള്ള എന്തെങ്കിലും ഒരു മാനുഷികപരമായിട്ടുള്ള നടപടികൾ എടുക്കുവാൻ ശ്രമിക്കും. അതിനും അപ്പുറത്തേക്കുള്ളൊരു സമ്മർദ്ദമൊന്നും സൗദി അറേബ്യയുടെ കാര്യത്തിൽ അല്ലെങ്കിൽ സൗദി അറേബ്യയുടെ മേൽ ഇക്കാര്യത്തിൽ ഭാരത സർക്കാർ ചുമത്തുവാൻ പോകുന്നില്ല എന്നുള്ളത് ഉറപ്പാണ്. അല്ലെങ്കിൽ ഒരുപക്ഷെ ഇനി നാളെ ഈ ജിഹാദികളുടെ ഉമ്മ നേരിട്ട് പോയി നരേന്ദ്രമോദിയെ കണ്ട് നെഞ്ചത്തടിച്ച് നിലവിളിക്കുകയോ മറ്റോ ചെയ്താൽ മാനുഷികമായിട്ട് ഒരുപാട് അലിവുകൾ മനസ്സിൽ സൂക്ഷിക്കുന്നൊരു വ്യക്തിയാണ് അദ്ദേഹം. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് അത്തരത്തിലൊരു അലിവ് തോന്നിയാൽ ഒരുപക്ഷെ എന്തെങ്കിലും ഒരു പടി കൂടി കടന്ന നടപടി ഈ ഒരു വിഷയത്തിൽ ഉണ്ടായേക്കാം. ഈ ഒരു വിഷയം ഇപ്പോൾ പ്രേക്ഷകരുടെ മുൻപിൽ അവതരിപ്പിച്ചതിൻ്റെ ഒരു പ്രധാന കാരണം, കുറേ കാലം മുമ്പ് ഇറാൻ്റെ മേൽ അമേരിക്കയും ഇസ്രായേലും ആക്രമണങ്ങൾ തുടങ്ങിയ കാലത്ത് സൗദി അറേബ്യയിലും ദുബായിലുമൊക്കെ ജീവിക്കുന്ന, അവിടെ ജോലിയെടുത്ത് തഴച്ചു വളർന്ന ജിഹാദികൾ, അന്ന് വരെ അന്നം തരുന്ന നാടാണ് UAE, അന്നം തരുന്ന നാടാണ്, അന്നമ്മ നാടാണ് സൗദി അറേബ്യ, ഖത്തർ, കുവൈറ്റ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നടന്നിരുന്ന പല ജിഹാദികളും ഈ തലമുടി നീട്ടി വളർത്തിയിട്ട ആയാം ജാത്തൻ എന്നൊക്കെ പറഞ്ഞ ടെക് ജീനിയസുകളെല്ലാം ഇറാന് വേണ്ടി അത്തരത്തിലുള്ള അറബ് രാജ്യങ്ങളെ, അവർ താമസിച്ച് ജോലി ചെയ്യുന്ന അറബ് രാജ്യങ്ങളെ, അവർ പ്രവാസികളായി ജോലി ചെയ്ത് ധനം സമ്പാദിച്ച് തഴച്ചു വളരുവാൻ ഉപയോഗിച്ച അല്ലെങ്കിൽ അവരെ സഹായിച്ച അറബ് രാജ്യങ്ങളെ തള്ളിപ്പറഞ്ഞു തുടങ്ങി. അത്തരത്തിലുള്ള പ്രവൃത്തികൾ പലതും സ്വിച്ച് ഇട്ടതുപോലെ നിന്നു. അത് കൃത്യമായിട്ട് ഒരു ഗൾഫ് രാജ്യങ്ങൾ മുന്നറിയിപ്പ് നൽകുകയും ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ പാടില്ല, ഇത് നിയമവിരുദ്ധമാണെന്നുള്ള മുന്നറിയിപ്പുകൾ നൽകുകയും ഭാരതത്തിൻ്റെ വിദേശകാര്യ മന്ത്രാലയം നേരിട്ട് നിരവധി മുന്നറിയിപ്പുകൾ പ്രവാസികൾക്ക് നൽകുകയും ചെയ്തതിനെ തുടർന്നായിരുന്നു. കാരണം ഇത്തരത്തിലുള്ള രാജ്യങ്ങളിൽ താമസിക്കുമ്പോൾ, ജോലി ചെയ്യുമ്പോൾ നിങ്ങളുടെ സുരക്ഷ നോക്കി നിങ്ങളുടെ ജോലി ചെയ്ത് കൃത്യമായിട്ട് നിങ്ങൾക്ക് വിദേശകാര്യ മന്ത്രാലയത്തിൽ നിന്നും നിങ്ങൾ ഏത് രാജ്യത്താണോ ജോലി ചെയ്ത് താമസിക്കുന്നത് ആ രാജ്യത്തിൻ്റെ ആഭ്യന്തര വകുപ്പ് അല്ലെങ്കിൽ ആഭ്യന്തര സംവിധാനങ്ങൾ നൽകുന്ന നിർദ്ദേശങ്ങളും മുന്നറിയിപ്പുകളും കൃത്യമായി പാലിച്ച് മുന്നോട്ട് പോവുക. അതിനപ്പുറത്തേക്ക് മറ്റേതെങ്കിലും തരത്തിലുള്ള രാഷ്ട്രീയ മതപരമായിട്ടുള്ള നിങ്ങളുടെ ആശയങ്ങൾ പ്രചരിപ്പിക്കുവാൻ ശ്രമിച്ചാൽ ഒരുപക്ഷെ നിങ്ങളുടെ സുരക്ഷിതത്വത്തിന് തന്നെ അത് അപകടമായി മാറിയേക്കാം. അങ്ങനെ ചെയ്യരുത് എന്നുള്ള കൃത്യമായ മാർഗനിർദ്ദേശങ്ങൾ നമ്മുടെ വിദേശകാര്യ മന്ത്രാലയം കൂടി പുറത്തിറക്കിയതിനെ തുടർന്നാണ് ഇത്തരത്തിലുള്ള മലയാളികളുടെ ഒരു തിളപ്പ് ഒന്നടങ്ങിയത്. പലരും നല്ല തിളച്ചു മറിയുകയായിരുന്നു. ഇപ്പോഴും അതിൻ്റെ പേരിൽ അറബ് രാജ്യങ്ങളെ കുറ്റപ്പെടുത്താതെ ഭാരതത്തെ കുറ്റപ്പെടുത്തി ഭാരതത്തെ ഇകഴ്ത്തുവാൻ ശ്രമിക്കുന്ന പല മലയാളി ജിഹാദികളും സാമൂഹ്യ മാധ്യമങ്ങളിൽ വിഹരിക്കുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ജനാധിപത്യത്തിൻ്റെ ഒരു ചെറിയ പിഴവ് മാത്രമാണത്. അല്ലെങ്കിൽ അത്തരത്തിലുള്ളൊരു ദൗർഭാഗ്യം നമ്മളൊക്കെ അനുഭവിക്കേണ്ടി വരുന്നത് ജനാധിപത്യത്തിൻ്റെ ഒരു പ്രശ്നമാണ്. പക്ഷേ ജനാധിപത്യത്തിൻ്റെ ഒരു മനോഹാരിതയും അതുതന്നെയാണ്. ഇതിനുള്ള മറുപടിയൊക്കെ കാലം നൽകിക്കോളും. കൃത്യമായിട്ട് തന്നെ ഇപ്പോൾ മറുപടികൾ പലതും ലഭിക്കുന്നതുമുണ്ട്. ഇനി പറഞ്ഞു വരേണ്ടത് സൗദിയിലെ നിയമങ്ങളൊക്കെ ഇവിടെ കൊണ്ടുവരണം എന്ന് പലർക്കും ആഗ്രഹങ്ങൾ കാലാകാലത്തുമുണ്ടല്ലോ. ഇത് സൗദിയിലെ നിയമമായിരുന്നെങ്കിൽ ഇപ്പോൾ അവൻ്റെ കൈയും കാലും വെട്ടി അവിടെ ഇട്ടേനെ. പല ക്രൂരമായ കുറ്റകൃത്യങ്ങളും നടത്തുമ്പോൾ പല നിഷ്കളങ്കരും അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിൽ നടക്കുമ്പോൾ പല നിഷ്കളങ്കരും പ്രകടിപ്പിച്ച് കാണുന്നൊരു അഭിപ്രായമാണ്. ഇത് ബോധപൂർവം അവരുടെ തലച്ചോറിലേക്ക് കുത്തിവെക്കപ്പെട്ടിട്ടുള്ള വളരെ ആസൂത്രിതമായൊരു അജണ്ടയുടെ ഭാഗമാണ്. മറ്റൊന്നുമല്ല, സൗദിയിലെ നിയമങ്ങൾ ലോകത്തിലെ മറ്റേത് നിയമത്തെക്കാളും മഹത്തരമാണ്. അത് ദൈവ നിർമ്മിതമായിട്ടുള്ളൊരു നിയമമാണ് എന്നുള്ള ഒരു അജണ്ട സാധാരണക്കാരെ കൊണ്ട് പറയിപ്പിച്ച് പ്രചരിപ്പിച്ച് അതിൻ്റെ മഹത്വവൽക്കരിച്ച് ഒരുപക്ഷെ അത്തരത്തിലുള്ള നിയമങ്ങൾ ഇവിടെ കൊണ്ടുവരുവാനുള്ള ഒരു സാധ്യതാ പരീക്ഷണമാണ് ഈ നിഷ്കളങ്കരെ കൊണ്ട് ഈ പറയിപ്പിക്കുന്ന കുട്ടിക്കുരങ്ങന്മാരെ കൊണ്ട് ചൂടുചോറ് വാരിക്കുന്ന ജിഹാദികൾ ചെയ്യിപ്പിക്കുന്ന ഈ ഒരു പ്രവൃത്തി. അതുകൊണ്ട് തന്നെയാണ് പറയുന്നത് ഇതും സൗദിയിലെ നിയമമാണ്. ഇപ്പോൾ ഈ രണ്ട് ജിഹാദികളും അകത്ത് കിടക്കുന്നതും സൗദിയിലെ നിയമത്തിൻ്റെ പരിധിയിൽ നിന്നാണ്. അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, സൗദി അവരെ പിടിച്ച് അകത്തിട്ടിരിക്കുന്നത് ശരിയാ നിയമപ്രകാരമല്ല. സൗദിയെ സംബന്ധിച്ച്, ഗൾഫ് രാജ്യങ്ങളെ സംബന്ധിച്ച്, അത് UAE ആയാലും ഖത്തർ ആയാലും കുവൈറ്റ് ആയാലും മറ്റേത് ഗൾഫ് രാജ്യമായാലും ഇറാനെ പോലുള്ള അപരിഷ്കൃതമായ ഇരുണ്ട കാലത്തേക്ക് തിരികെ പോയ രാജ്യങ്ങളുടെ കാര്യമല്ല പറയുന്നത്. പരിഷ്കൃതമായിട്ടുള്ള അറബ് രാജ്യങ്ങളെ സംബന്ധിച്ച് അവരുടെ മതത്തെക്കാൾ അവർക്ക് വലുത് അവരുടെ രാജ്യസുരക്ഷ തന്നെയാണ്. അക്കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. അവരുടെ രാജ്യസുരക്ഷയ്ക്ക് തുരങ്കം വയ്ക്കുന്നത് അവരുടെ സ്വന്തം ആളായാലും ഞമ്മൻ്റെ ആളാണ് എന്നുള്ള ഒരു പരിഗണനയും അവർ നൽകുവാൻ പോകുന്നില്ല. അത് പണ്ടേ അവർ നൽകാറില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഭാരതത്തിൽ നിന്ന് വരുന്ന കൺവേർട്ടഡ് ആയിട്ടുള്ള
ഞമ്മൻ്റെ ആൾക്കാരെ അവർ സ്വകാര്യമായി വിളിക്കുന്നത് അബ്ദി എന്നാണ്, അബ്ദികളെന്നാണ്. അബ്ദി എന്നുള്ളതിൻ്റെ ഒരു തർജിമ എന്ന് പറയുന്ന, അറബി വാക്കിൻ്റെ ഒരു തർജിമ എന്ന് പറയുന്ന ഏകദേശ തർജിമ അടിമ എന്നാണ്. മറ്റുള്ളവരെ, ഭാരതത്തിൽ നിന്നും വരുന്ന മറ്റുള്ളവരെ, പ്രത്യേകിച്ച് നരേന്ദ്രമോദി 2014 പ്രധാനമന്ത്രിയായി അധികാരമേറ്റതിന് ശേഷം വളരെ ബഹുമാനത്തോടു കൂടിയാണ് അവർ കാണുന്നത്. അബ്ദികളെ അബ്ദികളായി തന്നെയാണ് അവർ കാണുന്നത്. ആ അബ്ദികൾ അവിടെ പോയി ഞമ്മൻ്റെ ആൾക്കാർക്ക് വേണ്ടി, അതായത് ഇറാനോ മറ്റോ വേണ്ടി എന്തെങ്കിലും വേലത്തരങ്ങൾ കാണിക്കുകയോ ഇത്തരത്തിലുള്ള സംഭാവനകൾ അയച്ചു കൊടുക്കുകയോ ചെയ്താൽ അകത്ത് കിടക്കേണ്ടി വരും. അതിന് ജയശങ്കറിൻ്റെയോ അല്ലെങ്കിൽ ശ്രീ ജയശങ്കറിൻ്റെയോ ശ്രീ നരേന്ദ്രമോദിയുടെയോ കാല് പിടിച്ചിട്ട് യാതൊരു കാര്യവുമില്ല. ഒരുപക്ഷെ അവർ പോലും ഒന്നും ചെയ്തില്ല എന്ന് വരും, ചെയ്യുവാൻ സാധിച്ചില്ല എന്ന് വരും. അതിന് പിന്നെ കിടന്ന് കരഞ്ഞിട്ട് കാര്യമില്ല, മോദി രാജിവെക്കാൻ പറഞ്ഞിട്ടും കാര്യമില്ല. മക്കളെ മര്യാദയ്ക്ക് വളർത്തണം. ജിഹാദികളായി വളർത്തിയാൽ നെഞ്ചത്തടിച്ച് കരച്ചിൽ മാത്രമായിരിക്കും നിങ്ങൾക്ക് ബാക്കിയുണ്ടാവുക. അതാണിപ്പോൾ ഈ മുഹമ്മദ് റിഹാബ് ഹസൻ്റെയും മുഹമ്മദ് സഫർ ഹസൻ്റെയും ഉമ്മയും വാപ്പയും അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. എന്തായാലും ഈ സംഭവത്തെക്കുറിച്ചുള്ള, ഈ ഒരു വിഷയത്തെക്കുറിച്ചുള്ള പ്രേക്ഷകരുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും കമൻറ്റുകളിലൂടെ ഞങ്ങളുമായി പങ്കുവയ്ക്കുക. സംവാദങ്ങൾ തുടരട്ടെ. വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. HIV അണുബാധ സന്തോഷപൂർണമായ ഒരു ജീവിതത്തിന് തടസ്സമല്ല. HIV അണുബാധയ്ക്ക് ഫലപ്രദമായ ചികിത്സ ഇന്ന് ലഭ്യമാണ്. ഇതിന് യഥാസമയം അണുബാധ കണ്ടെത്തുന്നതും കാലേക്കൂട്ടി ചികിത്സ നടത്തേണ്ടതും അത്യാവശ്യമാണ്. സൗജന്യമായ ചികിത്സയും മാർഗനിർദ്ദേശങ്ങളും സർക്കാർ ആശുപത്രികളിലെ ERT അഥവാ ഉഷസ് കേന്ദ്രങ്ങളിൽ ലഭ്യമാണ്. ആരോഗ്യ സംരക്ഷണം ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്.